ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സലൈവറി ഗ്ലാൻസിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നെർവ് സപ്ലൈ, അതിൻ്റെ ബ്ലഡ് സപ്ലൈ. അത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. മെയിൻലി നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സലൈവറി ഗ്ലാൻസിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. സലൈവറി ഗ്ലാൻസ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ദീസ് ആർ എക്സോക്രൈൻ ഗ്ലാൻസ് ദാറ്റ് പ്രൊഡ്യൂസ് സലൈവ. അതായത് എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സലൈവയാണ്. പിന്നെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി സലൈവ എന്താ നമ്മുടെ ലൂബ്രിക്കേഷൻ ഓഫ് ഫുഡ്, പിന്നെ നമ്മളെ ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കും, പിന്നെ നമ്മളെ ചവയ്ക്കാനായിട്ട് അതായത് ചലവിന് സഹായിക്കും, പിന്നെ നമ്മുടെ സ്പീച്ച്, പിന്നെ നമ്മുടെ ടീത്തിനൊരു പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ഓറൽ ക്യാവിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ. ഇതാണ് സലൈവറി ഗ്ലാൻസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അത് സിമ്പിളാണ്. എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്രീറ്റ് സലൈവ. പിന്നെ നമ്മുടെ ഫുഡ്, ലൂബ്രിക്കേഷൻ ഓഫ് ഫുഡ്, പിന്നെ നമ്മുടെ ഡൈജഷന് സഹായിക്കും, സലവിൻ ചവയ്ക്കാനായിട്ട് സഹായിക്കും, പിന്നെ സ്പീച്ച്, പിന്നെ നമ്മുടെ ഓറൽ ക്യാവിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 മേജർ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. മൈനറുണ്ട്, മേജറുണ്ട്. നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് മേജർ സലൈവറി ഗ്ലാൻസിനെ പറ്റിയിട്ടാണ്. ടോട്ടൽ മൂന്ന് സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ പാരോട്ടിഡ്, പിന്നെ സബ് മാൻഡിബുലർ ആൻഡ് സബ്ലിംഗുലർ. ഇതിൽ പാരോട്ടിഡ് ആണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്. അത് നമ്മുടെ അത് കാണുന്നത് നമ്മുടെ ഇയറിൻ്റെ ജസ്റ്റ് ബിലോ, നമ്മുടെ ഓറിക്കുലർ സർഫസിൻ്റെ, അതായത് നമ്മുടെ മാൻഡിബിളും പിന്നെ നമ്മുടെ ഇയറിൻ്റെയും അതിൻ്റെ അടുത്തായിട്ട് ബിലോ ദ ഇയർ, അവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പാരോട്ടിഡ് ഗ്ലാൻഡ് അത് സെറസ് സെക്രീഷനാണ്, അതായത് അത് സെക്രീഷൻ സെറസ് ആണ്. പിന്നെ അതിൻ്റെ ഡക്റ്റ് ഓപ്പണിങ് വന്നിട്ട് സ്റ്റെൻസിസ് ഡക്റ്റ് ആണ്. അപ്പോൾ പാരോട്ടിഡ് ആണ് ലാർജസ്റ്റ്. അത് നിങ്ങൾക്കിവിടെ കാണാം, ഈ നമ്മുടെ ചെവിയുടെ ജസ്റ്റ് സൈഡിലായിട്ട് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ. ഇത് പ്യൂർലി സെറസ് സെക്രീഷൻ ആണ്. പിന്നെ ഡയറക്റ്റ് സ്റ്റെൻസിസ് ഡക്റ്റാണ് ഓപ്പണിങ്. ഇത് നെർവ് സപ്ലൈ വരുമ്പോഴത്തേക്ക് ഗ്ലോസോഫെറിഞ്ചൽ നെർവാണ്. ഇതിൻ്റെ പാത്വേ എന്ന് വെച്ചാൽ ടിമ്പാനിക് ബ്രാഞ്ച്, ലെസർ പെട്രോസൽ നെർവ് ആൻഡ് ഒപ്റ്റിക് ഗാംഗ്ലിയോൺ ത്രൂ ദി ഓറിക്കുലോ ടെമ്പറൽ നെർവ്. ഇതിൻ്റെ പാത്വേ ഫസ്റ്റ് ഇതിൻ്റെ പാരസിമ്പത്തിക് സപ്ലൈ ആണ്. ഇത് പാരോട്ടിഡ് ഇതിൻ്റെ നെർവ് സപ്ലൈ സഹായിക്കുന്ന ഗ്ലോസോഫെറിഞ്ചൽ നെർവാണ്. അതിൻ്റെ പാത്വേ ടിമ്പാനിക് ബ്രാഞ്ച്, ലെസർ പെട്രോസൽ നെർവ്, പിന്നെ ത്രൂ നമ്മുടെ ഗാംഗ്ലിയോൺ ത്രൂ ദി ഓറിക്കുലോ ടെമ്പറൽ നെർവ്. സ്റ്റിമുലേറ്റ്, അതായത് നമ്മുടെ വാട്ടറി സലവ സെക്രീഷൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫങ്ഷൻ. പിന്നെ ഇതിൻ്റെ ബ്ലഡ് സപ്ലൈ വരുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ പാരോട്ടിഡിൻ്റെ ബ്ലഡ് സപ്ലൈ വരുമ്പോഴത്തേക്ക് സഹായിക്കുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ്. അതായത് പാരോട്ടിഡിൻ്റെ ബ്ലഡ് സപ്ലൈക്ക് സഹായിക്കുന്ന എക്സ്റ്റേണൽ കരോട്ടിഡ് ഗ്ലാൻഡ് ആണ്, കരോട്ടിഡ് ആർട്ടറിയാണ്, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ്. അത് ഡ്രെയിൻ ചെയ്ത് റെട്രോ മാൻഡിബുലർ വെയിനിൽ കൂടെ പുറത്ത് വരും. അതായത് ഇതിന് സഹായിക്കുന്ന ബ്ലഡ് സപ്ലൈക്ക് സഹായിക്കുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ്. അത് ഡ്രെയിൻ ചെയ്ത് റെട്രോ മാൻഡിബുലർ വെയിൻ വഴി നമ്മുടെ ഇന്റേണൽ ജഗുലർ വെയിനിലോട്ട് പോകും. അപ്പോൾ അത് തന്നെ പാരോട്ടിഡിൽ തന്നെ 3 സബ് ബ്രാഞ്ചസ് ഉണ്ട്. അതായത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി കൂടാതെ 4 ആർട്ടറി ഉണ്ട്. സുപ്പീരിയർ ടെമ്പറൽ ആർട്ടറി ഉണ്ട്, മാക്സിലറി ആർട്ടറി ഉണ്ട്, പിന്നെ പോസ്റ്റീരിയർ ഓറിക്കുലർ ആർട്ടറി ഉണ്ട്, പിന്നെ ട്രാൻസ്വേഴ്സ് ഫേഷ്യൽ ആർട്ടറി ഉണ്ട്. അപ്പം 4 സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻലി എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ്, അതിൻ്റെ സബ് ഡിവിഷനായിട്ട് 4 ആർട്ടറി ഇവിടെ വരുന്നുണ്ട്. അത് ഡ്രെയിൻ ചെയ്ത് പോകുന്നത് റെട്രോ മാൻഡിബുലർ വെയിനിൽ കൂടെ നമ്മുടെ എക്സ്റ്റേണൽ ജഗുലർ വെയിൻ, പിന്നെ ഇന്റേണൽ ജഗുലർ വെയിനിലോട്ട് പോകും. അടുത്തത് നമ്മുടെ സബ് മാൻഡിബുലർ ഗ്ലാൻഡ്. സബ് മാൻഡിബുലർ ഗ്ലാൻഡ് നമ്മുടെ മാൻഡിബിളിൻ്റെ ബിലോ ദ മാൻഡിബിളിൻ്റെ താഴെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇത് മിക്സ്ഡ് ആണ് സെക്രീഷൻ ചെയ്യുന്നത്. അതായത് മിക്സും നമ്മുടെ
സെറസും കൂടെ വരാം, പക്ഷെ മോസ്റ്റ്ലി ഇത് സെറസ് ആണ്. ഇതിൻ്റെ ഡക്റ്റ് ഓപ്പണിങ് ചെയ്യുന്നത് വാട്ടൻസ് ഡക്റ്റാണ്. അപ്പോൾ മാൻഡിബുലർ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിലോ ദ മാൻഡിബിൾ ആണ്, മിക്സഡ് സെക്രീഷൻ ആണ്, പക്ഷെ മോസ്റ്റ്ലി സെറസ് ആണ്. ഇതിൻ്റെ ഓപ്പണിങ് ഡക്റ്റ് വരുമ്പോഴത്തേക്ക് വാട്ടൻസ് ഡക്റ്റാണ്. പിന്നെ ഇതിന് സഹായിക്കുന്ന നെർവ് ഫേഷ്യൽ നെർവാണ്, പാരസിമ്പത്തറ്റിക് ആണ്. അതുപോലെ തന്നെ ഇത് ഫേഷ്യൽ നെർവാണ്. ഇതിൻ്റെ പാത്വേ എന്ന് പറയുമ്പോഴത്തേക്ക് കോഡ ടിംബാനി, ലിംഗ്വൽ നെർവ്, സബ്മാൻഡിബിൾ ഗാംഗ്ലിയോൺ. എന്നിട്ട് ഇത് സ്റ്റിമുലേറ്റ് ദി സലൈവ സെക്രഷൻ. അതായത് ഫേഷ്യൽ നെർവാണ്. ത്രൂ പാത്വേ എന്ന് പറയുമ്പോൾ കോഡ ടിംബാനി, ലിംഗ്വൽ നെർവ്, സബ്മാൻഡിബിൾ ഗാംഗ്ലിയോൺ, ത്രൂ നമ്മുടെ ഫേഷ്യൽ നെർവ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ദ സലൈവ. അടുത്ത് നമ്മുടെ ബ്ലഡ് സപ്ലൈ നോക്കുമ്പോഴത്തേക്ക് സബ്മാൻഡിബുലർ ഗ്ലാൻഡിൻ്റെ ഇതിന് മോസ്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഫേഷ്യൽ ആർട്ടറിയാണ്. അതായത് ഫേഷ്യൽ നെർവാണ് ഇതിൻ്റെ നെർവ് സപ്ലൈ. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലഡ് സപ്ലൈ വരുമ്പോഴത്തേക്ക് ഫേഷ്യൽ ആർട്ടറിയാണ് ത്രൂ ഫേഷ്യൽ നെർവ്. അതായത് ഫേഷ്യൽ ആർട്ടറി വഴി ബ്ലഡ് സപ്ലൈ ഇതിന് സഹായിക്കുന്ന ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഫേഷ്യൽ വെയിൻ വഴിയാണ്. നമ്മുടെ ലാസ്റ്റ് വൺ സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. സബ്ലിംഗ്വൽ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ മേജർ, അതായത് 3 മേജർ ഗ്ലാൻഡിലുള്ളതിൽ ഏറ്റവും സ്മോളസ്റ്റ്, ചെറുതാണ്. നമ്മുടെ ടങ്ങിൻ്റെ താഴെ അടിഭാഗത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് മെയിൻലി മ്യൂക്കസ് സെക്രീഷനാണ്. മൾട്ടിപ്പിൾ സ്മോൾ ഡക്റ്റ് ഓപ്പണിംഗ് ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ സ്മോൾ ഡക്റ്റ് ഓപ്പണിംഗ് ഉണ്ട്. സ്മോൾ മേജർ ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടങ്കിൻ്റെ താഴെയായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൻലി മ്യൂക്കസ് സെക്രീഷൻ ആണ്. മൾട്ടിപ്പിൾ സ്മോൾ ഡക്റ്റ് ഓപ്പണിംഗ് ഉണ്ട്. സഹായിക്കുന്നത് അതായത് നെർവ് സപ്ലൈ നമ്മുടെ സബ്ലിംഗ്വൽ ഗ്ലാൻഡിന് വരുമ്പോഴത്തേക്ക് ഫേഷ്യൽ നെർവാണ് സഹായിക്കുന്നത്. ഇതും കോഡ ടിംബാനി ആൻഡ് ലിംഗ്വൽ നെർവ്, സബ്മാൻഡിബുലർ ഗാംഗ്ലിയോൺ, അതായത് മിസ് പാത്വേ, ഇതിനും സഹായിക്കുന്നത് നമ്മുടെ ഫേഷ്യൽ നെർവാണ്. ഇതിൻ്റെ പാത്വേ എന്ന് പറയുമ്പോൾ കോഡ ടിംബാനി, ലിംഗ്വൽ നെർവ്, പിന്നെ സബ്മാൻഡിബുലർ ഗാംഗ്ലിയോൺ വഴി നമ്മൾ ഇതിൻ്റെ പാത്വേ സ്റ്റിമുലേറ്റ് ദ സലൈവ പ്രൊഡക്ഷൻ, മീൻസ് സെക്രീഷൻ. അടുത്ത് നമ്മുടെ ബ്ലഡ് സപ്ലൈ വരുമ്പോഴത്തേക്ക് ലിംഗ്വൽ ആർട്ടറിയാണ്. മീൻസ് സബ്ലിംഗ്വൽ ആർട്ടറി ഉണ്ട്, സബ്മെന്റൽ ആർട്ടറി ഉണ്ട്. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. സബ്ലിംഗ്വൽ ആർട്ടറിക്ക് സബ്ലിംഗ്വൽ ആർട്ടറി ഉണ്ട്, സബ്മെന്റൽ ആർട്ടറി ഉണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലിംഗ്വൽ വെയിനിൽ കൂടെ ഡ്രെയിൻ ചെയ്യുന്നു. അതായത് നമ്മുടെ ഇതിനെ സഹായിക്കുന്ന ബ്ലഡ് സപ്ലൈക്ക് സഹായിക്കുന്നത് ലിംഗ്വൽ ആർട്ടറിയാണ്. ഇത് ഡ്രെയിൻ ചെയ്ത് ലിംഗ്വൽ വെയിനിൽ കൂടെ പോകുന്നു. അപ്പോൾ നമുക്കൊന്ന് ക്വിക്ലി ഒന്ന് നോക്കാം. ഒന്ന് പെട്ടെന്ന് ഒരു റിവൈസ് ചെയ്യാനായിട്ട്, സലൈവറി ഗ്ലാൻഡ്സ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്, പ്രൊഡ്യൂസ് സലൈവ. പിന്നെ 3 മേജർ 3 ഗ്ലാൻഡ്സ് ഉണ്ട്. ഒന്ന് പാരോട്ടിഡ് വലുതാണ്, സബ്മാൻഡിബുലർ ഉണ്ട്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പാരോട്ടിഡ് വലുതും സബ്ലിംഗ്വൽ ഏറ്റവും ചെറുതുമാണ്. പാരോട്ടിഡ് ഗ്ലാൻഡ് സഹായിക്കുന്ന ഗ്ലോസോഫെറിഞ്ചൽ നെർവാണ് നെർവ് സപ്ലൈക്ക് സഹായിക്കുന്നത്. ബ്ലഡ് സപ്ലൈ വരുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ത്രൂ റെട്രോ മാൻഡിബുലർ വെയിൻ. ഇതിന് നമ്മുടെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിക്ക് വരുന്ന സബ് ഡിവിഷൻസ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ ടെമ്പറൽ ആർട്ടറി ഉണ്ട്, മാക്സിലറി ആർട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ ആവർക്കുലർ ആർട്ടറി ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഫേഷ്യൽ ആർട്ടറി ഉണ്ട് ത്രൂ റെട്രോ മാൻഡിബുലർ വെയിൻ. അടുത്ത് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് വരുമ്പോഴത്തേക്ക് അതിനെ സഹായിക്കുന്ന ഫേഷ്യൽ നെർവാണ്. അതായത് സബ്ലിംഗ്വൽ ആർട്ടറിക്കും സബ്മാൻഡിബുലർ ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സിനും ഫേഷ്യൽ നെർവാണ് സഹായിക്കുന്നത്. നെർവ് സപ്ലൈ ത്രൂ നമ്മുടെ പാത്വേ കോഡ ടിംബാനി, ലിംഗ്വൽ നെർവ്, സബ്മാൻഡിബുലർ ഗാംഗ്ലിയോൺ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ദ സലൈവ സെക്രീഷൻ. സബ്മാൻഡിബുലർ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്ലഡ് സപ്ലൈ നമ്മുടെ ഫേഷ്യൽ ആർട്ടറിയാണ്. ഫേഷ്യൽ ആർട്ടറി ത്രൂ ഫേഷ്യൽ വെയിൻ. സബ്ലിംഗ്വൽ ആർട്ടറിക്ക് വരുമ്പോഴത്തേക്ക്
ബ്ലഡ് സപ്ലൈ വരുമ്പോഴത്തേക്ക് ലിംഗുവൽ ആർട്ടറി ഉണ്ട്, അത് കൂടാതെ തന്നെ സബ്മെന്റൽ ആർട്ടറി ഉണ്ട് ത്രൂ നമ്മുടെ ലിംഗുവൽ വെയിൻ. സോ ഇതാണ് സലൈവറി ഗ്ലാൻസ്. സോ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അനാട്ടമി മീൻസ് GAT സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സലൈവറി ഗ്ലാൻസ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു.